പാഷനേറ്റ് ഡിഗ്രിയാണ്. 700-ൽ നിന്ന് 600 മാർക്ക് കിട്ടിയ ഒരാൾ, അതാണ് ടോപ്പ് ഔട്ട് ഓഫ് 720-ലാണ് 720. നീറ്റ് അതിന്റെ കാര്യങ്ങൾ അത് ഒരുപാട് കുട്ടികൾക്കും ഇപ്പോഴും അറിയില്ല. MBBS അബ്രോഡ് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് കുട്ടികൾ എത്താൻ ഇത് മാത്രമല്ല റീസൺ. ലൈക്ക് അപ്പം 27 പേരും മെഡിക്കൽ ആസ്പിരൻസ് ആവണമെന്നില്ല. അറ്റൻഡ് ചെയ്യുന്നവർ ക്വാളിഫൈ ആവുന്നവർ വീണ്ടും കുറവായിരിക്കും. അത്രത്തോളം കുട്ടികൾ അബ്രോഡ് MBBS എന്നുള്ളൊരു ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. ഈ നീറ്റ് മാത്രമല്ല, ഇതിന്റെ കൂടുതൽ ഷാരോൺ പറഞ്ഞിട്ടുള്ള ഇത്രയും ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ബിഹൈൻഡിലുണ്ട്. ഡോക്ടർ, ലോകത്തിൽ ഇതിന് റെസ്പെക്ട് കിട്ടുന്ന ഒരു പ്രൊഫഷൻ വേറെ ഇല്ല. അങ്ങനെ ഡോക്ടർ ആവാൻ 1000-ലേറെ കുട്ടികളെ സഹായിച്ച അവൻ ഷാരോൺ എൻ്റെ കൂടെയുണ്ട്. ഷാരോൺ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഷാരോൺ 10-ലേറെ വർഷമായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തത്? കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 13 വർഷം. 2012 സ്റ്റാർട്ട് ചെയ്ത കരിയറാണ്. 2025 അത് 13 വർഷമാവും. ഞാൻ ഈ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് കേരളത്തിനകത്തും പുറത്തും അഡ്മിഷൻ ഗൈഡൻസ് എന്നുള്ള രീതിയിലാണ്. പിന്നെ കൂടുതൽ എൻക്വയറീസും കൂടുതൽ കാര്യങ്ങളും ഈ MBBS കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങളിലേക്ക് എത്തി. കാരണം 2016 വരെ ഇന്ത്യക്കകത്ത് നീറ്റ് എന്നുള്ളൊരു സിസ്റ്റം ഇല്ല. അപ്പോൾ ഈ 2016 വരെ ഓരോ സംസ്ഥാനങ്ങളിലും പ്രത്യേകം അപേക്ഷ, സെപ്പറേറ്റ് എക്സാംസ്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ്, അപ്പോൾ ലെങ്തി ആയിട്ടുള്ള സംഭവമായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ ആവശ്യങ്ങളും ഡൗട്ട്സും ക്വയറീസും ഒക്കെ ഉണ്ടായിരുന്നു. ഈ നീറ്റിന് മുന്നേ എന്ന് വെച്ചാൽ നീറ്റിന് മുന്നേ നമുക്ക് ഒരുപാട് കുട്ടികൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എക്സാക്ട്ലി. കാരണം 2016 വരെ ഓരോ സംസ്ഥാനങ്ങൾക്കും പ്രത്യേകം പരീക്ഷയും മറ്റു സാഹചര്യങ്ങളൊക്കെയാണ്. എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെയൊക്കെ സ്കൂൾ ടൈമിൽ നമ്മളെല്ലാവരും കർണാടക അവിടെ പോയിട്ട് പരീക്ഷ എഴുതുക സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് കുട്ടികൾക്ക് കൂടുതൽ അസിസ്റ്റൻസിൻ്റെ ആവശ്യമുണ്ടായി. അങ്ങനെയാണ് ഞാൻ ഈ MBBS കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റുഡൻസ് ഗൈഡൻസിലേക്ക് വരുന്നത്. പിന്നീട് 2016 ശേഷം നീറ്റ് എന്നുള്ളൊരു പരീക്ഷ ഇന്ത്യൻ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അത് കുട്ടികൾക്ക് അത് കുറേ കൂടെ എളുപ്പമായി, സെൻട്രലൈസ്ഡ് ആയി. അത് ഇപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലും പോയി പരീക്ഷ എഴുതുക, ആ ഒരൊറ്റ പ്രൊസീജിയറായി നിന്ന് മാറി നിന്നു. ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ കണ്ടിട്ടില്ലേ ഏകജാലകം, സിംഗിൾ വിൻഡോ സിസ്റ്റം, ഏകദേശം ആ ഒരു പ്രൊസീജിയറിലേക്ക് നീറ്റ് വന്നു. ആക്ച്വലി നീറ്റിനെ പറ്റിയിട്ട് ഇപ്പോഴും ഇപ്പോൾ 2016 നീറ്റ് സ്റ്റാർട്ടായെങ്കിലും 2025 നീറ്റ് അതിൻ്റെ കാര്യങ്ങൾ അത് ഒരുപാട് കുട്ടികൾക്കും ഇപ്പോഴും അറിയില്ല. അത് ആ നീറ്റിനെ പറ്റിയിട്ട് കൂടുതലായിട്ടൊന്ന് ഒരു എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് നീറ്റ്? നീറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്ക് കൂടുതലും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സംസ്ഥാനങ്ങളിലേക്കും വരുന്ന ആപ്ലിക്കേഷൻസ്, അതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡോക്യുമെൻറ്റേഷൻസ്, ഇപ്പോൾ ഈ പ്രൊസീജിയറിൽ തന്നെ അലോട്ട്മെൻറ്റ്സ്, മോപ്പപ്പ് റൗണ്ട്, സ്ട്രേ വാക്കൻസി, അതിൽ തന്നെ ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് സീറ്റ്സ് വരും. NRI കോട്ട, അതർ കാറ്റഗറി കോട്ട, ജനറൽ മെറിറ്റ് കോട്ട. ഇതിനെക്കുറിച്ചിട്ട് വളരെ കുറഞ്ഞ കുട്ടികൾക്ക് മാത്രമാണ് ഡീറ്റെയിൽ ഇൻഫോർമേഷൻസ് ഉള്ളത്. മെജോറിറ്റി സ്റ്റുഡൻസിനും കൃത്യമായിട്ടുള്ള ധാരണ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഈ നീറ്റ് മാത്രമല്ല, ഇതിൻ്റെ കൂടുതൽ ഇപ്പോൾ ഷാരോൺ പറഞ്ഞിട്ടുള്ള ഇത്രയും ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ബിഹൈൻഡിലുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രോപ്പറായിട്ട് ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണോ നിങ്ങളുടെ കമ്പനി പറയുന്നത്? ഇപ്പോൾ നേരത്തെ പറഞ്ഞു നീറ്റ് മാത്രമല്ല എന്ന് പറഞ്ഞു. അതൊരു യഥാർത്ഥ ഫാക്റ്റാണത്. ബിക്കോസ് 1 വർഷം 2 വർഷം അതിലേറെ വർഷം റിപ്പീറ്റ് ചെയ്യാനായിട്ടും, അതായത് അക്കാഡമിക്കലായിട്ടുള്ള കാര്യങ്ങൾ മേക്കപ്പ് ചെയ്യാൻ, ബിൽഡ് ചെയ്യാൻ കുട്ടികൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് മാൻഡേറ്ററി ആണ്. കാരണം നീറ്റിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിലേ ഉദ്ദേശിച്ച കോളേജ്, ഉദ്ദേശിച്ച കോഴ്സിലേക്കൊക്കെ നമ്മൾ എത്തുള്ളൂ. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ആപ്ലിക്കേഷൻ്റെയും ഡോക്യുമെൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. ഇത് പല കുട്ടികളും ചെയ്യാറില്ല. ചെയ്യുന്ന കുട്ടികൾക്ക് ഓപ്ഷൻസ് ഈസിലി അവൈലബിൾ ആവും. ഇപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഇയറിൽ 500+ മാർക്ക് കിട്ടിയ കുട്ടിക്ക് സ്റ്റേറ്റ് കൗൺസിലിംഗ് കോട്ട പോലും കിട്ടാത്ത കണ്ടീഷൻ ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് അത് ഈ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള ഇൻഫർമേഷൻസ് കുറവാണ്. ഈ ഒരു മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എങ്ങനെയാണ് നീറ്റിന് സ്കോർസ് വരുന്നത്? എങ്ങനെയാണ് ഇപ്പോൾ എത്ര സ്കോർ വരെയാണ് നമുക്കിവിടെ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടുക? എത്ര സ്കോർ വരെയാണ് നമുക്ക് പ്രൈവറ്റ് കോളേജസിൽ, മീൻസ് സ്വാശ്രയ കോളേജസ് പറയുന്ന പോലെയുള്ള കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നത്? അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എങ്ങനെയാണ്? നീറ്റ് പൊതുവെ ഔട്ട് ഓഫ് 720 ആണ്, 720-ലാണ്. ഇതിന് പെർസെൻറ്റൈൽ സിസ്റ്റമാണ് നീറ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ല. ഇപ്പോൾ പെർസെൻറ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ 2 സ്റ്റുഡൻസ് ആണ്.
നമ്മൾ രണ്ടുപേര് പരീക്ഷ എഴുതി. ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച ആരാണോ ആ മാർക്കിൽ നിന്നായിരിക്കും കാൽക്കുലേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ 720 അതോ നമ്മൾ +2 സ്കോർ അല്ലല്ല, അങ്ങനെയല്ല. അത് ഇപ്പോൾ 720 നീറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ എങ്ങനെയാണ് 100 ആണ് മാർക്കെങ്കിൽ ആ 100 നിന്നല്ലേ തുടങ്ങാം, അതല്ലേ മാക്സിമം. പക്ഷെ നീറ്റിൽ അങ്ങനെയല്ല. 720 ടോട്ടൽ. അതിൽ മാക്സിമം സ്കോർ വരുന്നത് 650 വിചാരിക്കുക, അല്ലെങ്കിൽ 700 വിചാരിക്കുക. അവിടെയാണ് ആ മാർക്കാണ് അപ്പോൾ മാക്സിമം മാർക്കായിട്ട് കൺസിഡർ ചെയ്തിട്ട് കുട്ടികളുടെ എക്സാക്ട്ലി കൂടുതൽ മാർക്ക് അതിപ്പോ ഔട്ട് ഓഫ് 700 നിന്ന് 600 മാർക്ക് കിട്ടിയ ഒരാൾ, അതാണ് ടോപ്പ് ഔട്ട് ഓഫ് 720 720 നിന്ന് 600 മാർക്ക് കിട്ടുന്ന ഒരാള് ആണ് റാങ്ക് 1. അപ്പൊ അതാണ് ആ പെർസെന്റേജ് വെച്ചിട്ടാണ് കാൽക്കുലേഷൻ. പിന്നെയാണ് മറ്റേ മാർക്കും റാങ്കും ഒക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പോവാ. അതിനെയാണ് പെർസെന്റൈൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഒരു സെയിം മാർക്ക് ഉള്ളവര് തന്നെ പല വ്യത്യസ്ത കാര്യങ്ങൾ കൺസിഡർ ചെയ്യും. നമ്മൾ എത്ര സ്കോർ ഉണ്ടെങ്കിലാണ് ഇപ്പോൾ ഇവിടെ ഗവൺമെന്റ് കോളേജസിലോട്ട് അഡ്മിഷൻ കിട്ടും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത്? എത്രത്തോളം സീറ്റ്സ് അവൈലബിലിറ്റി നമ്മുടെ ഇന്ത്യയിലുണ്ട്? 1,18,000 സീറ്റ് ഇന്ത്യക്കുള്ളിൽ അറ്റ് പ്രസന്റ് അവൈലബിൾ ആണ്. ഒരു 2 years ബാക്ക് നമ്മുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ മൻ കി ബാത്തിൽ ദർ വാസ് എൻ അനൗൺസ്മെൻറ്റ്, ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ 1.5 ലക്ഷത്തിലേറെ മെഡിക്കൽ സീറ്റ്സ് ഇന്ത്യയിൽ ഉണ്ടാവും എന്നുള്ളത്. ഓഫ്കോഴ്സ് കഴിഞ്ഞ 2 വർഷമായിട്ട് സീറ്റിൻ്റെ എണ്ണം, മെഡിക്കൽ കോളേജുകളുടെ എണ്ണമൊക്കെ വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ടൈം ബീയിങ് ഇന്ത്യയിൽ മെഡിക്കൽ സ്റ്റുഡൻസിന് വേണ്ട അത്രത്തോളം സീറ്റ്സ് അവൈലബിലിറ്റിക്ക് സാധ്യതയുണ്ട് വലിയ രീതിയിൽ. പക്ഷേ 27 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ ഒരു വർഷം, ഈ പറഞ്ഞ 1,18,000 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ ഈ പറഞ്ഞ 1,18,000 സംതിങ് സീറ്റിന് വേണ്ടി എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. 7 ലക്ഷം പേര് ഈ 1 ലക്ഷത്തി അറ്റൻഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ 27 പേരും മെഡിക്കൽ ആസ്പിരൻസ് ആവണമെന്നില്ല. അറ്റൻഡ് ചെയ്യുന്നവർ, ക്വാളിഫൈ ആവുന്നവർ വീണ്ടും കുറവായിരിക്കും. ഈ 1 ലക്ഷത്തി സംതിങ് എന്ന് പറയുന്നത് MBBS എന്ന് പറയുന്ന സീറ്റ്സ് മാത്രമാണോ, അതോ മെഡിക്കൽ ബാക്കിയുള്ള BHMS, MBBS BDSനും BDSനും ആയുർവേദത്തിനും ഹോമിയോയ്ക്കും വെറ്റിനറിക്കും ഫിഷറീസിനൊക്കെ വേറെ വേറെ സീറ്റ്സ്. എന്നാലും നമുക്കൊരു 3 ലക്ഷത്തോളം മെഡിക്കൽ ആസ്പിരൻസിന് നമുക്കൊരു വർഷം ഈ നീറ്റ് ത്രൂ കിട്ടും, മീൻസ് മെറിറ്റിൽ പഠിക്കാൻ പറ്റും. ഇല്ലല്ലോ, 1,18,000 സീറ്റ് MBBS മാത്രമല്ല, BAMS, BHMS, അങ്ങനെ എനി മെഡിക്കൽ ഡിഗ്രി പ്ലാൻ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒരു 3 lakh പ്ലസ് സീറ്റ്സ് ഉണ്ട്. അങ്ങനെ BDSനും ആയുർവേദത്തിനും എല്ലാവർക്കും MBBS എന്തായാലും ഒബ്വിയസ്ലി കിട്ടില്ല. കാരണം 26 ലക്ഷത്തോളം സ്റ്റുഡൻസ് എക്സാം എഴുതുന്നുണ്ട്. അപ്പോൾ അതിൽ വെറും 1 ലക്ഷത്തിൽ സംതിങ് ഒരു 1,18,000 അത്രയും സീറ്റ്സ് വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു 3.5 ലക്ഷം മെഡിക്കൽ ആസ്പിരൻസ് ഒരു വർഷം ഇന്ത്യയിൽ പഠിച്ച് മീൻസ് മെറിറ്റിൽ അഡ്മിഷൻസ് നേടുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഇത്രയും സീറ്റ് കുറവായതുകൊണ്ടാണോ ഈ MBBS അബ്രോഡ് എന്നുള്ള ട്രെൻഡ് റീസെൻ്റ്ലി ഇപ്പോൾ 2-3 വർഷമായിട്ട് ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്? അത്രത്തോളം കുട്ടികൾ അബ്രോഡ് MBBS എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കുന്നുണ്ട്. എന്താണ് ഇന്ത്യയിൽ MBBSും അബ്രോഡ് MBBSും തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്താണ്? ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഇന്ത്യയിൽ സീറ്റിൻ്റെ എണ്ണം കുറവായതുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഫീസ് കൂടുതലുള്ളതുകൊണ്ട് MBBS അബ്രോഡ് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് കുട്ടികൾ എത്താൻ ഇത് മാത്രമല്ല റീസൺ. ഇപ്പം ഞാനും കണ്ടിട്ടുണ്ട് കുറേ ആഡ്സ്, ലോ ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊരു പാഷൻ ഡിഗ്രിയാണ്, ഇതൊരു പാഷനേറ്റ് ഡിഗ്രിയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ MBBS കഴിഞ്ഞ്, ഇന്ത്യയിൽ നിന്ന് MBBS കഴിഞ്ഞ ഡോക്ടേഴ്സ് PGക്ക് കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്നത് എവിടെയാണ്? വിദേശത്ത്, വികസിത രാജ്യങ്ങളിൽ. അത് ഓപ്പർച്യൂണിറ്റീസ് അവിടെ കൂടുതലുള്ളതുകൊണ്ടല്ലേ? ആ ഒരു മെഡിക്കൽ സിസ്റ്റം അവിടെ വെൽ എക്സ്പോഷർഡ് ആയതുകൊണ്ടല്ലേ? ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. മറ്റൊരു ഫാക്ടർ ഓഫ് കോഴ്സ്, ഇപ്പോൾ ഇന്ത്യക്കുള്ളിൽ നീറ്റിൽ 1,18,000 സീറ്റാണുള്ളത്. 26-27 ലക്ഷത്തിലേറെ കുട്ടികൾ ഈ പരീക്ഷ എഴുതുന്നുണ്ട്. അപ്പോൾ എഴുതുന്ന എല്ലാവർക്കും സീറ്റ് കിട്ടണമെന്നില്ല. ഇനി സീറ്റ് കിട്ടിയാൽ എല്ലാവർക്കും ഫീസ് അഫോർഡബിൾ ആവണം എന്നുമില്ല, മെറിറ്റിൽ കിട്ടണമെന്നില്ല. മെറിറ്റിൽ എക്സാക്ട്ലി. അപ്പോൾ ഇന്ത്യക്കുള്ളിൽ ഇന്നത്തെ ഒരു ട്രെൻഡ് സെക്ടറിൽ ഇന്ത്യക്കകത്ത് മെറിറ്റിൽ മീൻസ് ഈ ഓൾ ഇന്ത്യ കോട്ട, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഒക്കെ പോലെയുള്ള പ്യുവർ ഗവൺമെൻറ് കോളേജിൽ പഠിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ള, അഫോർഡബിൾ ആയിട്ടുള്ള ബഡ്ജറ്റ്. ഇപ്പോൾ നമ്മൾ MBBS ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് നമുക്ക് ഇത്തരം ഒരുപാട്
ഫിനാൻഷ്യൽ ബാധ്യതകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ലൈക്ക് ഒരു എബ്രോഡ് ആണെങ്കിലും നാട്ടിലാണെങ്കിലും എങ്ങനെയായാലും ഒരു 25-30 ലക്ഷം രൂപ ചുരുങ്ങിയത് വേണം. അപ്പോൾ എന്ന് വെച്ചാൽ ഏതൊരു സാധാരണക്കാരനും പഠിക്കാൻ പറ്റും. ഒരു സാധാരണ ഫാമിലിയിലുള്ളവർക്കും നമുക്ക് ലോണോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് പഠിക്കാൻ പറ്റാവുന്ന സാഹചര്യമാണ്. അത് നമുക്ക് എത്രത്തോളം പ്രാക്ടിക്കലി പോസിബിൾ ആണ്? നമുക്ക് ഇത്രയും അതോ കയ്യിൽ കാശുള്ളവർക്ക് മാത്രം MBBS പഠിച്ചാൽ മതിയോ? അങ്ങനെയാണോ ഈ ഒരു MBBS എബ്രോഡ് എന്നുള്ള സംഭവം? അത് എല്ലാവർക്കും അത് ഓപ്പൺ ആണോ?